ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യലായ റെസിപ്പിയുമായിട്ടാണ്. വെജ് മഞ്ചൂരിയൻ. ഇത് വളരെ ടേസ്റ്റിയിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വെജിറ്റേറിയൻസിനും അതുപോലെ നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഒരുപോലെ കഴിക്കാവുന്ന വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. മാത്രമല്ല, ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്കൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പോളം ഗ്രേറ്റ് ചെയ്ത കാബേജ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത 1 കപ്പ് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം തന്നെ ചില്ലി സോസും കൂടെ നമുക്ക് ചേർക്കാം. റെഡ് ചില്ലി പേസ്റ്റും അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി പേസ്റ്റും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം തന്നെ മൈദപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒരു ഡിഷിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം ഞാനിതിനെ എല്ലാത്തിനെയും ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം എണ്ണ നന്നായിട്ട് ചൂടാക്കുക, എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. രണ്ട് സൈഡും ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതിനെയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ബോൾസിനെയും ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരട്ടെ. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് എണ്ണയിലിട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു വലിയ സവാള സ്ക്വയർ പീസായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരല്പം ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ റെഡ് ക്യാപ്സിക്കം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രീൻ ക്യാപ്സിക്കം വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. രണ്ടും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. ഇനി നമുക്കിതെല്ലാം നല്ല പോലെ സോഫ്റ്റായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂണോളം തന്നെ ഗ്രീൻ ചില്ലി സോസ്, പിന്നെ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഇവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം കോൺഫ്ലോർ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കട്ടയൊന്നും കെട്ടാതെ നമുക്ക് കലക്കിയെടുക്കാം.
നല്ല തണുത്ത വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ചൂടുവെള്ളമൊന്നും ഉപയോഗിക്കരുത്. അപ്പം നമ്മുടെ കോൺഫ്ലോർ കട്ട കെട്ടിപ്പോവും. ഇപ്പോൾ ഇതിനെ കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് 1 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിക്കായി വരും. അതുവരേക്കും നമുക്കൊന്ന് ജസ്റ്റ് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഈ ബോൾസിനെ ഈ ഗ്രേവിയിലേക്ക് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതിനെ വീണ്ടും 2-3 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഗ്രേവി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ സെർവ് ചെയ്യാം. ഇനി നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിനെ ഗാർണിഷ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ വെജ് മഞ്ചൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. ഇത് നമുക്ക് ചോറിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാനായി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.